നമസ്കാരം, എല്ലാവർക്കും ഷാംസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കോട്ടയത്തുള്ള ആൻഡ്രൂസ് ചേട്ടൻ്റെ രാജപാളയം ഡോഗ്സിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. ആൻഡ്രൂസ് ചേട്ടനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് രാജപാളയം ഡോഗ്സിനെ വളർത്തുന്ന ഒരാളാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസിലൂടെ ധാരാളം ആൾക്കാർക്ക് നായ വളർത്തലിൻ്റെ സംശയങ്ങളെല്ലാം നിവാരണം ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമുക്ക് ആൻഡ്രൂസ് ചേട്ടൻ്റെ നായ വളർത്തൽ എങ്ങനെയൊക്കെയാണെന്ന് കണ്ടു നോക്കാം. ആൻഡ്രൂസ് ചേട്ടൻ ഇപ്പോൾ ഈ നായ വളർത്തൽ അല്ലെന്നുണ്ടെങ്കിൽ ഡോഗ് ട്രെയിനിങ് ഇതൊരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? നായ്ക്കൾ എന്ന് പറഞ്ഞാൽ അവർ ഒരത്ഭുത ജീവികളാണ്. മനുഷ്യൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അവൻ്റെ ആദ്യകാലം മുതൽ വിവിധ തരം ജീവികളെ അവൻ ഇണക്കി വളർത്തി പല കാര്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നതായിട്ട് കാണാൻ പറ്റും. ആന, കുതിര, ഒട്ടകം തുടങ്ങി ഒട്ടനവധി ജീവികളെ അവന് പല കാര്യങ്ങൾക്കായി ഉപകരിച്ചിരുന്നതായി കാണാൻ പറ്റും. എന്നാൽ ശാസ്ത്രത്തിൻ്റെ വികാസത്തിൽ യന്ത്രങ്ങളും ഉപകരണങ്ങളും വന്നപ്പം ഇതൊക്കെയും അപ്രസക്തമായി. പിന്നെ പോയിട്ട് പാലിനും മുട്ടയ്ക്കും വേണ്ടി വളർത്തുന്ന ജീവികൾ ഒഴികെ ബാക്കി പിന്നെ കുറച്ച് പെറ്റ്സ് സ്നേഹിച്ച് വളർത്താൻ വേണ്ടിയുള്ള കുറേ ജീവികളും ഒഴികെ ആന, കുതിര യന്ത്രങ്ങൾ കണ്ടുപിടിച്ചതോടുകൂടി അവയുടെയൊക്കെ പ്രസക്തി നഷ്ടപ്പെട്ടു. എന്നാൽ ശാസ്ത്രം എത്ര വികസിച്ച് വന്നാലും നായ്ക്കൾ എന്ന് പറയുന്നത് ശാസ്ത്രത്തോടൊപ്പം അത് അവരുടേതായ ശാസ്ത്രശാഖ വികസിച്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും. കുറ്റാന്വേഷണത്തിലൊക്കെ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചതിനേക്കാൾ വളരെ മോഡേൺ ആയിട്ടുള്ള ശാസ്ത്രം അതിൽ വളർത്തിയെടുത്ത് ഉപയോഗിച്ച് തുടങ്ങിയ നായ്ക്കളെ മാത്രമല്ല ചികിത്സയിൽ നായ്ക്കളെ ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് പെറ്റ് തെറാപ്പി, ക്യാൻസർ ഡിറ്റക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തതായി ഒരിക്കലും മറക്കാത്ത നന്ദിയും സ്നേഹവുമുള്ള ഈ ജീവികളുമായിട്ട് ഇടപഴകുന്നത് സന്തോഷമാണ്. അതുകൊണ്ട് എന്നെ ഏതെങ്കിലും തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ അലട്ടുന്നില്ല. ഞാൻ മാനസികമായി ഇവരോടൊപ്പമുള്ള ജീവിതവും അവരുടെ ഇടയിലുള്ള പ്രവർത്തനവും വളരെ സന്തോഷമായി കാണുന്നു. അടുത്ത കാര്യം, നായ്ക്കളെ പ്രജനനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സർവീസാണ്. കാരണം നായ്ക്കൾക്ക് ആവശ്യക്കാർ ധാരാളമുണ്ട്. നല്ല എത്തിക്സിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ബ്രീഡർ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല നായ്ക്കുട്ടികളെ അത് ആവശ്യപ്പെട്ടവർക്ക് കിട്ടുകയുള്ളൂ. അപ്പം നല്ല ഒരു നായ ഇനത്തെ വളർത്തിയെടുത്ത് അത് യോഗ്യമായ കരങ്ങളിൽ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സർവീസാണ്. അതിനെ ഒരു സർവീസായിട്ട് കാണുന്നത് കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. ചിലപ്പം നായ്ക്കളിൽ തന്നെ പലതരത്തിലുള്ള ബ്രീഡുകളുണ്ട്. പക്ഷേ ചേട്ടൻ പ്രധാനമായിട്ടും ചെയ്യുന്ന രാജപാളയം എന്ന് പറഞ്ഞ ബ്രീഡിനെ മാത്രമാണ് പരിപാലിക്കുന്നത്. അപ്പോൾ ഈ ഒരു രാജപാളയത്തിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? എനിക്ക് വളരെ ചെറുപ്പം മുതൽ തന്നെ രാജപാളയം നായ്ക്കളെ ഇഷ്ടമാണ്. അവരുടെ നിറവും പ്രത്യേക സൗന്ദര്യവും എന്നെ ചെറുപ്പം മുതലേ ആകർഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ബ്രീഡിങ് തുടങ്ങുന്നത് തന്നെ ധാരാളം വിദേശ ബ്രീഡുകളെ വളർത്തിയിട്ട് അവർക്ക് അത് പ്രയോജനപ്പെടാതിരിക്കുന്ന സാഹചര്യത്തിൽ അതിന് പറ്റിയൊരു ബ്രീഡ് എന്നുള്ള നിലയിലാണ് ഞാൻ രാജപാളയം നായ്ക്കളെ തിരഞ്ഞെടുത്ത് ബ്രീഡ് ചെയ്യിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, പലർക്കും എന്തിനു വേണ്ടി ഒരു നായയെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് യാതൊരു ചിന്തയും കൂടാതെ എവിടെയെങ്കിലും കണ്ടിട്ടുള്ള ഒരു ബ്രീഡിനെ തിരഞ്ഞെടുത്ത് വളർത്തി വലുതായി കഴിയുമ്പോഴാണ് അവർക്ക് ആ ബ്രീഡിനെ കൊണ്ട് പ്രയോജനമില്ലെന്ന് വരുന്നത്. അപ്പോൾ അവർ ഒന്നുകിൽ അതിനെ വെളിയിൽ ഉപേക്ഷിക്കുകയോ അശ്രദ്ധമായി വേണ്ട സംരക്ഷണം കൊടുക്കാതെ വീട്ടിൽ വളർത്തുകയോ ചെയ്യും. എന്നാൽ നായ്ക്കളെ വളർത്തുന്നതിന് മുമ്പ് എന്തിനു വേണ്ടി വളർത്തുന്നു എന്ന് പഠിച്ചതിന് ശേഷം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ വിഷയം ഒഴിവായി കിട്ടും. രാജപാളയം നായ്ക്കളാകുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണ കാലാവസ്ഥയിൽ വളരും. അവർക്ക് അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ വളരെ കുറവാണ്, പ്രതിരോധ ശക്തി വളരെ കൂടുതലുണ്ട്. പിന്നെ കാവൽ നായ്ക്കൾ എന്നുള്ള നിലയിൽ രാജപാളയം നായ്ക്കളൊരു വിജയമാണ്. 90% ആളുകൾക്കും നായ്ക്കളെ വളർത്തുമ്പോൾ അത് കാവൽ നായായിട്ടും കൂടെ പ്രയോജനപ്പെടണം എന്ന ചിന്തയോടു കൂടിയാണ് വളർത്തുന്നത്. പ്രധാനമായുള്ള കാര്യം, അവരുടെ വീട്ടിൽ ആളുകൾ വന്നാൽ നായ്ക്കൾ കുറച്ചൊന്ന് അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പല വിദേശ ബ്രീഡുകളും കുറച്ച് ദിവസങ്ങളായി വീട്ടിൽ പരിചയമുള്ള ആളുകളെ കണ്ടാൽ കുരയ്ക്കുകയോ ആക്രമിക്കാൻ ശ്രമിക്കുകയോ ചെയ്യാതെ ഉറങ്ങുന്നവരായിട്ടോ അല്ലെ അവരുമായിട്ട് ഇണങ്ങിച്ചേരുന്നവരായിട്ടോ കാണാൻ കഴിയും. നേരെ മറിച്ച് രാജപാളയം നായ്ക്കൾ ഒരിക്കലും വീട്ടിലുള്ള കുടുംബാംഗങ്ങളുമായിട്ടല്ലാതെ മറ്റാരുമായും ഒരു ബന്ധം അവർ സ്ഥാപിക്കില്ല. അവർ ശരീരത്തെ തൊടാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ
രാജപാളയം നായ്ക്കൾ നല്ല വാച്ച് ഡോഗാണ്. അതുകൊണ്ടാണ് രാജപാളയം നായ്ക്കളെ നമ്മുടെ നാട്ടിൽ വളരെ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന നിലയിൽ രാജപാളയം നായ്ക്കളെ തിരഞ്ഞെടുക്കാനിടയായത്. പിന്നെ രാജപാളയം നായ്ക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ അവർ ചരിത്രത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര രംഗത്ത് പോലും അവർ പോരാട്ടത്തിൻ്റെ വീരചരിതം രചിച്ചിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ്റെ കോട്ട കാക്കുന്ന കാവൽക്കാരായിട്ടും വിദേശ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ കുതിരപ്പട്ടാളത്തെ തകർക്കുന്ന യോദ്ധാക്കളായിട്ടും ശോഭിച്ചിട്ടുള്ള രാജപാളയം എന്ന് പറയുന്ന ഏതാണ്ട് നാമാവശേഷമായി തീരുന്നു എന്ന് തോന്നിയ ഒരു ബ്രീഡിനെ സെലക്ട് ചെയ്ത് അതിൻ്റെ പ്രാചീനമായിട്ടുള്ള നിലവാരത്തിലുള്ള നായ്ക്കളെ തന്നെ ബ്രീഡ് ചെയ്യിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതിൻ്റെ ചരിത്രം പരിശോധിച്ചാലും അവരെ ഉപേക്ഷിക്കാൻ കഴിയാത്ത വിധം ചരിത്രത്തിൽ ചേർന്നവരാണ്, നമ്മുടെ നാടിന് പറ്റിയവരാണ്. അതുകൊണ്ടാണ് ഞാൻ രാജപാളയം നായ്ക്കളെ തന്നെ തിരഞ്ഞെടുത്ത് വളർത്തുന്നത്. ഇപ്പോൾ തന്നെ ആൻഡ്രൂസിയുടെ അടുത്ത് ധാരാളം ആൾക്കാർ രാജപാളയത്തിൻ്റെ പപ്പീസിനെ ആവശ്യപ്പെട്ട് വിളിക്കാറുണ്ട്. പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത് ചേട്ടൻ വിളിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ പപ്പീസിനെ കൊടുക്കാറില്ല, സെലക്റ്റീവ് ആൾക്കാർക്ക് മാത്രമാണ് പപ്പീസിനെ കൊടുക്കുന്നത്. അപ്പോൾ അതെന്താണ് അങ്ങനെ? അതിന് ഒരു നായയെ വാങ്ങുന്നവർ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഒന്ന്, ഞാൻ എന്തിനു വേണ്ടി നായയെ വാങ്ങുന്നു, എന്താണ് എൻ്റെ ഉപയോഗം, അതിന് ഈ ബ്രീഡ് പറ്റുമോ? രണ്ടാമത്, അവർക്ക് എത്ര സമയം നായുമായി ചെലവഴിക്കാനുണ്ട്, സമയത്തിൻ്റെ പരിമിതി. 3, സ്ഥലത്തിൻ്റെ പരിമിതി. 4, സാമ്പത്തിക പരിമിതി. അങ്ങനെ പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു നായയെ സെലക്ട് ചെയ്യേണ്ടത്. എൻ്റെ അടുത്ത് രാജപാളയം നായ്ക്കളെ ചോദിക്കുന്നവർ ഒരു രാജപാളയം നായ്ക്കളെ വളർത്താൻ വേണ്ട ഈ കാര്യങ്ങളുണ്ടോ എന്ന് ഞാൻ സംഭാഷണത്തിലൂടെയും മറ്റും പരിശോധിച്ച് നോക്കാറുണ്ട്. അതിൻ്റെ കാരണം, ഒരാളൊരു നായയെ കൊണ്ടുപോയിട്ട് അതിൽ പരാജയപ്പെട്ടെങ്കിൽ അവർ ആ ബ്രീഡിനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ യോഗ്യരായിട്ടുള്ള ആളുകളാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അത് അവർക്ക് പ്രയോജനപ്പെടും. എല്ലാവർക്കും രാജപാളയം നായ്ക്കളെ വളർത്താൻ പറ്റിയതല്ല. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, രാജപാളയം നായ വ്യക്തിപരമായി അതിൻ്റെ യജമാനന്മാരോട് വളരെ അടുത്ത് പെരുമാറാൻ താല്പര്യപ്പെടുന്നവരാണ്. അവരോട് ചേർന്നിരിക്കാനും അവരുടെ ഒപ്പം നടക്കാനും, വേണ്ടി വന്നാൽ അത്യാവശ്യം അവരോട് സംസാരിക്കാൻ പോലും രാജപാളയം നായ്ക്കൾക്ക് താല്പര്യമുണ്ട്. നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളോട് അവരുടെ ശബ്ദം കൊണ്ട് തന്നെ പ്രതികരിക്കും. മറ്റ് ബ്രീഡുകൾ കാണാത്ത ഒരു പ്രത്യേകതയാണ്. അപ്പം അതിന് സമയമില്ലാത്തൊരു രാജപാളയം നായ്ക്കളെ വളർത്താൻ ശ്രമിച്ചാൽ പരാജയപ്പെട്ടു പോകും. നേരെ മറിച്ച് ഗ്രൂമിങ്ങുമായി ബന്ധപ്പെട്ട രാജപാളയം നായ്ക്കൾക്ക് ഒട്ടും തന്നെ സമയം വേണ്ട. കാരണം അവരുടെ വളരെ ചെറിയ നീളം കുറഞ്ഞ രോമങ്ങളും എപ്പോഴും തനിയെ ഗ്രൂം ചെയ്ത് വൃത്തിയായിരിക്കാനുള്ള അവരുടെ സ്വഭാവവും നിമിത്തം അത്തരം സമയം വളരെ കുറച്ച് മതി. എന്നാൽ അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ താല്പര്യമുള്ളവരായിരിക്കണം, അതിനെ സ്നേഹിക്കുന്നവരായിരിക്കണം. രാജപാളയം നായ്ക്കളെ വളരെ സ്നേഹിച്ച് വളർത്തിയാൽ മാത്രമേ അതിനെ പ്രയോജനപ്പെടൂ. കൂട്ടിലടച്ചിട്ടിട്ട് കുറയ്ക്കാനുള്ള ഒരു യന്ത്രമായി കാണുന്നവർക്ക് ഞാൻ രാജപാളയം നായ്ക്കളെ കൊടുക്കാറില്ല. കാരണം ഞാൻ നന്നായിട്ട് നോക്കി വളർത്തിക്കൊണ്ടുവരുന്ന ഈ കുഞ്ഞുങ്ങളുടെ ഭാവിയും നന്നായിരിക്കണം, ഒരു സ്വാതന്ത്ര്യത്തോടെ വളർത്തണമെന്ന് എനിക്ക് താല്പര്യമാണ്. ഞാൻ സ്ഥിരമായി കൂട്ടിലടച്ചിട്ട് നായ്ക്കളെ വളർത്തുന്നതിന് എതിരാണ്. വീട്ടിലൊക്കെ സ്വാതന്ത്ര്യം കൊടുത്താണ് ഞാൻ വളർത്താറുള്ളത്. അതുകൊണ്ട് എന്തിനു വേണ്ടി നായ്ക്കളെ വാങ്ങുന്നു എന്ന ചോദ്യത്തിന് തൃപ്തികരമായ ഉത്തരം പറയുന്നവർക്ക് ഞാൻ നായ്ക്കളെ കൊടുക്കാറുള്ളൂ. രാജപാളയം നായ്ക്കളെ ഏറ്റവും അധികം പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത് വിശാലമായ സ്ഥലമുള്ളവർ, ഫാമുകൾ, കുറച്ച് വിസ്തൃതിയുള്ള ഏരിയ ഉള്ള വീടുകൾ, നോക്ക് എത്താത്ത ദൂരത്ത് തന്നെ വീടുകളും അതിൻ്റെ പരിസരവുമായിട്ടുള്ള ആളുകൾ ഒക്കെ, ഇങ്ങനെയുള്ളവർക്കൊക്കെ രാജപാളയം നായ്ക്കൾ വളരെ പ്രയോജനം ചെയ്യും. ഒരു സെക്കൻഡ് കൊണ്ട് സ്ഥലത്തിൻ്റെ ഒരു കോണിൽ നിന്ന് മറ്റേ കോണിലെത്താൻ തക്ക സ്പീഡ് അവർക്കുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ തൃപ്തികരമായി പെരുമാറാൻ പറ്റുമെന്ന് തോന്നുന്നവർക്ക് മാത്രമേ ഞാൻ രാജപാളയം നായ്ക്കളെ കൊടുക്കാറുള്ളൂ. ധാരാളം പേര് വിളിക്കാറുണ്ട്. വിളിക്കുന്നവരെല്ലാം എൻ്റെ അടുത്തുനിന്ന് നായ്ക്കളെ കൊണ്ടുപോയാൽ ഇത് കൊള്ളാം എന്ന് അവർക്ക് തോന്നുന്ന തരത്തിലായിരിക്കണം. അതുകൊണ്ടാണ് അങ്ങനെ കുറേ സെലക്റ്റീവ് ആകുന്നത്. ചേട്ടാ, രാജപാളയം ഡോഗ്സിൽ
നീല കണ്ണുള്ളവയ്ക്ക് ഈ പറയുന്ന കാഴ്ചശക്തിയും കേൾവിശക്തിയും കുറയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ചേട്ടൻ്റെ ഡോഗ്സ് ടുട്ടുവിനും നീലക്കണ്ണാണുള്ളത്. അപ്പോൾ അവൻ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത് നീലക്കണ്ണുള്ള ഡോഗ്സിനെല്ലാം കാഴ്ചശക്തിയും കേൾവി ശക്തിയും കുറവായിരിക്കുമെന്ന് പറയുന്നത് തികച്ചും തെറ്റായ കാര്യമാണ്. അതൊരു തെറ്റിദ്ധാരണയിൽ നിന്ന് വരുന്ന കാര്യമാണ്. അങ്ങനെ വരുന്നത് രാജപാളയത്തിന് മാത്രമല്ല, ഡാൽമേഷൻ, ബോക്സർ തുടങ്ങിയിട്ടുള്ള ഡോബർമാൻ തുടങ്ങി പല ബ്രീഡുകൾക്കും അങ്ങനെ ആൽബിനോസ് എന്ന് പറയുന്ന ഒരു വൈകല്യം ഉണ്ടാകാറുണ്ട്. അതെല്ലാ സസ്തന ജീവികൾക്കും ഉള്ളതാണ്. ആൽബിനോസ് എന്ന് പറഞ്ഞാൽ ജന്മവൈകല്യം കൊണ്ട് അവരുടെ ശരീരത്ത് മിലാനിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് വരുന്ന തികച്ചും വൈകല്യമാണ്. രാജപാളയ നായ്ക്കളിൽ അത് കൂടുതലായി വരാനുള്ള കാര്യമുണ്ട്. രാജപാളയ നായ്ക്കൾ സ്വാതന്ത്ര്യസമരത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിന് ശേഷം 1980 വരെയുള്ള കാലഘട്ടങ്ങളിൽ എണ്ണത്തിൽ വളരെ കുറവായിപ്പോയി. അതുകൊണ്ട് പലപ്പോഴും ഇൻബ്രീഡിങ് സർവ്വസാധാരണമായി തീർന്നു. അതുകൊണ്ട് ജനറ്റിക്കലായിട്ടുള്ള വൈകല്യങ്ങൾ കൂടുതൽ വന്നു. അതുകൊണ്ട് രാജപാളയ നായ്ക്കളിൽ ഈ ആൽബിനോസ് വളരെ കൂടുതലായി കണ്ടിരുന്നു. എന്നാൽ ഇപ്പം നല്ല ബ്രീഡേഴ്സ് ഒരിക്കലും ഇൻബ്രീഡിംഗ് ഒന്നും ചെയ്യാതെ നല്ല ജനുസിനെ തന്നെ തിരഞ്ഞെടുത്ത് നല്ല പെയറിനെ തിരഞ്ഞെടുത്ത് ബ്രീഡ് ചെയ്യിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല, വളരെ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ വെളുത്ത നിറമുള്ള ഡോഗ്, ഇപ്പോൾ ഡോബർമാൻ ആണെങ്കിൽ തീർച്ചയായും വെള്ള ഡോബർമാനെ കണ്ടാൽ അത് ആൽബിനോ എന്ന് നമുക്ക് തിരിച്ചറിയാം. നേരെ മറിച്ച് ഡാൽമേഷനും രാജപാളയും ഒക്കെ വെള്ള നിറമായതുകൊണ്ട് ആ ആൽബിനോസിനെ തിരിച്ചറിയാനുള്ള മാർഗം കുറേ ബുദ്ധിമുട്ടാണ്. നീലക്കണ്ണുള്ളതല്ല, എന്നാൽ പൂച്ചക്കണ്ണുകളോട് സാമ്യമായുള്ള കണ്ണുകൾ ആൽബിനോസ് സാധാരണമായി കാണാറുണ്ട്. അവർക്ക് കാഴ്ചശക്തി കേൾവിശക്തിയുടെ പ്രശ്നം മാത്രമല്ല, അവർക്ക് അനാരോഗ്യകരമായ കണ്ണുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും. എൻ്റെ ബ്രീഡിങ്ങിൽ ആൽബിനോസ് ഇതുവരെ വന്നിട്ടില്ല. 8 വർഷത്തിൻ്റെ ഒരിക്കൽ പോലും വന്നിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഞാൻ ഒരിക്കലും ഇൻബ്രീഡിങ് ചെയ്യാറില്ല. തികച്ചും വ്യത്യസ്തമായ ലൈനേജിൽപ്പെട്ട ആണിനെയും പെണ്ണിനെയും അല്ലാതെ ക്രോസ് ചെയ്യിക്കാറില്ല, ബ്രീഡ് ചെയ്യിക്കാറില്ല. അതുകൊണ്ട് അത്തരം ജന്മവൈകല്യങ്ങൾ ഒന്നും എൻ്റെ ഡോഗ്സിൽ വന്നിട്ടില്ല. ടുട്ടു തികച്ചും ആരോഗ്യവാനാണ്. നീല കണ്ണുകളാണുള്ളത്. നീല കണ്ണുകളുള്ള എല്ലാ ഡോഗും ആൽബിനോ അല്ല. ആൽബിനോസിന് കാഴ്ചശക്തിയോ കേൾവിശക്തിയോ ഒക്കെ ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ അത് തികച്ചും കുറവും ആയിട്ട് അനുഭവപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും. അവർക്ക് ഒരുപാട് സ്കിന്നിന് നാച്ചുറലായിട്ടുള്ള സ്കിന്നായിരിക്കില്ല. സ്കിന്നിൽ ധാരാളമായിട്ടുള്ള പാടുകൾ, കുത്തുകൾ തുടങ്ങിയിട്ടതൊക്കെ കാണാൻ പറ്റും. കറുത്ത ഡോട്ട്സൊക്കെ കാണാൻ പറ്റും. പിന്നെ അവർക്ക് വെളിച്ചത്തെ നേരിടാനുള്ള കഴിവ് കുറവായിരിക്കും. അങ്ങനെ ആൽബിനോസിന് പലതരത്തിലുള്ള വൈകല്യങ്ങളുണ്ട്. എന്നാൽ നീലക്കണ്ണുകളുള്ള എല്ലാ രാജപാളയം ഡോഗ്സും ആൽബിനോസ് അല്ല. ഈ രാജപാളയം നായ്ക്കളെ തിരിച്ചറിയാനുള്ള ചില ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ മൂക്ക് നല്ല ചുവന്ന നിറമായിരിക്കും. മോണയ്ക്ക് നാക്കിനൊക്കെ നല്ല ചുവന്ന നിറം ഉണ്ടാവും. നല്ല തിളങ്ങുന്ന കണ്ണുകളായിരിക്കും. ചെവി 2 തരമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നോക്കിയാൽ ഫ്ലാപ്പ് ഇയർ, ചെവി വളരെ ചേർന്ന് കിടക്കുന്ന ടൈപ്പ്. ഇതുണ്ട്, ചെവി അല്പം ഉയർന്നിട്ട് മടങ്ങി കിടക്കും. ഇവരുടെ ചെവി തമ്മിൽ, രണ്ടുപേരുടെയും തമ്മിൽ ഒരല്പം വ്യത്യാസമുണ്ട്. നല്ല വി ഷേപ്പിലുള്ള ചെവി, നല്ല വിരിഞ്ഞ നെഞ്ച്. ബാക്കിലേക്ക് വന്നാൽ അരിവാൾ പോലെ ഷേപ്പ്. ഇപ്പോൾ എത്ര ഭക്ഷണം കഴിച്ചാലും നന്നായിരുന്നാലും അവരുടെ ഈ ഷേപ്പിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വരുന്നില്ല. അവർ അങ്ങനെ തന്നെയായിരിക്കും. ഇവരെല്ലാം ഇപ്പം നന്നായിട്ട് ഭക്ഷണം കഴിച്ച് നന്നായിട്ടിരിക്കുകയാണ്. പക്ഷേ കണ്ടാൽ അത്ര നന്നായിട്ട് തോന്നില്ല, മെലിഞ്ഞതുപോലെ തോന്നും. അതാണ് അവരുടെ ഫീച്ചർ. നല്ല ഉറപ്പുള്ള മസിൽസ്, അയഞ്ഞ സ്കിന്നൊക്കെ വളരെ പ്രത്യേകതയാണ്. പിന്നെ നിറത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് ആനക്കൊമ്പിൻ്റെ നിറമെന്നാണ്. അങ്ങനത്തെ വെള്ള നിറം. എന്നാൽ ചില ഡോഗ്സിൽ വളരെ സ്ലൈറ്റായിട്ടുള്ള, എൻ്റെ ഡോഗ്സൊക്കെ പ്യുവർ വൈറ്റാണ്, സ്ലൈറ്റായിട്ടുള്ള ചെറിയ ഡോട്ട്സ് ഉണ്ടാകാം, ബ്രൗൺ ഡോട്ട്സ്. അതിനെ കെന്നൽ ക്ലബ്ബ് അംഗീകരിക്കുകയും ഷോയിൽ പങ്കെടുപ്പിക്കാനൊക്കെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്.